സിംഹത്തിനെ കൂട്ടിലടിച്ചതുപോലെ ആയല്ലോ DKയുടെ അവസ്ഥ. ഞാൻ എന്ത് ചെയ്താലും അവസാനം അത് എനിക്ക് തന്നെ പാരയായിട്ട് വരും. എന്തൊരു വിധിയായത്. ആർക്കു മുന്നിലും ശിരസ് കുനിക്കാത്ത ഹിറ്റ്ലർ ഇപ്പോ ഈ അവസ്ഥയിലായതിന് ഞാൻ കാരണമായി. അമരാവതിയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. അവളുമാരെന്നെ ഇറക്കിവിട്ട വിവരം DKയോടൊന്ന് പറഞ്ഞാലോ? ഇനി അമരാവതിയിലോട്ട് തിരിച്ചു കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുന്ന് നേരെ ഡിവോഴ്സിന് കോടതിയിലേക്ക് പോയേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഹിറ്റ്ലറിന് കഴിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചാലോ? അതെ, കുടിക്കാൻ ചായയോ കാപ്പിയോ വല്ലതും വേണോ? അതോ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണോ? ഇവിടെ വന്നിട്ട് ഇത്രയും നേരമായില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇത്രയും സഹായിച്ചു തന്നെ ധാരാളം. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നത് നിനക്ക് നല്ലത്. ഞാനെവിടെ പോവാനോ? പോലീസുകാർ നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഉടനെ തന്നെ നിങ്ങളുടെ മരുമക്കൾ എന്നെ പുറത്താക്കി ഗേറ്റ് അടച്ചു. ഇനി ആ വഴിക്ക് ചെന്നേക്കരുതെന്നാ അവളുമാരുടെ കൽപ്പന. അതിനിപ്പോ ഞാനെന്ത് വേണം? നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഞാനെങ്ങോട്ട് പോവാനോ? ഭർത്താവ് എവിടെയാണോ അവിടെയാണ് ഭാര്യ. അതുകൊണ്ടാ പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോന്നെ. ഇനിയിപ്പൊ നിങ്ങൾക്ക് ജാമ്യം കിട്ടുമ്പോ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവാം. നോക്കണ്ട, ആ ജയരാമൻ പറയുന്ന പോലെ ഞാൻ നിങ്ങളെ ചതിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ നിരപരാധിയാന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ. അതുകൊണ്ട് ഇനിയും നിന്നെ ഞാൻ സഹിക്കണമെന്നാണോ? വേണ്ട, ഞാൻ സഹിച്ചോളാം. എനിക്കിപ്പോ നിങ്ങളെ കുറച്ചൊക്കെ ഇഷ്ടമായി തുടങ്ങി ഹിറ്റ്ലറെ. ഇനിയും നിന്റെ ഈ വൃത്തികെട്ട വാ തുറന്നാൽ ഈ കസേര എടുത്ത് നിന്റെ തലയാൻ അടിച്ചു പൊളിക്കും. ഇറങ്ങിപ്പൊടി. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും നിങ്ങളെയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോവുള്ളൂ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ കൂട്ടുകാരിയുടെ അമ്മ ഹൈക്കോടതിയിലെ വക്കീലാ. നമുക്ക് ആ വക്കീലിനെ കണ്ട് ഒരു ജാമ്യത്തിന് ശ്രമിച്ചു നോക്കിയാലോ? വേണ്ട. ശരി, എന്നാ നിങ്ങളൊരു വക്കീലിനെ പറയൂ, ഞാൻ ചെന്ന് കാണാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ സഹായം കൊണ്ട് ഇവിടുന്ന് ജാമ്യത്തിൽ ഇറങ്ങുന്നതിനേക്കാൾ നല്ലത് ഇതിനകത്ത് കിടന്ന് തന്നെ മരിക്കുന്നതാ. ഇറങ്ങിപ്പോടി. ഇറങ്ങിപ്പോ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്നെ തലയിപ്പ ഹിറ്റ്ലർ എറിഞ്ഞു തകർത്തേനെ. ഇങ്ങനെ ഒരു മരണമൊഴി പറയേണ്ടി വരുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പോലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെടാം ജയേട്ടാ. DK നമ്മൾ വിചാരിക്കും പോലെ ഒരാളല്ല. ദിവസം ചെല്ലുന്തോറും DKയുടെ സാഡിസ്റ്റ് സ്വഭാവം കൂടിക്കൂടി വരുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എന്റെ മരണത്തിന് ഉത്തരവാദി DK തന്നെ ആയിരിക്കും. സുപ്രിയ, നീ പോയപ്പോ മുതൽ ഞാൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇവർക്ക് എന്നെ വേദനിപ്പിക്കാനേ കഴിയില്ല. പക്ഷെ എത്ര ആലോചിച്ചിട്ടും ജയന്റെ മനസ്സിൽ എന്നോട് ഇത്രയ്ക്ക് ശത്രുത എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല.
പക്ഷെ ആ ശബ്ദം അത് നിന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനൊരു മരണമൊഴി നീ ഒരിക്കലും പറയില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഇതെങ്ങനെ ജയരാമന് കിട്ടി? എന്റെ ചോദ്യങ്ങൾക്ക് എത്രയും വേഗം ഉത്തരം പറഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാവും. ഇല്ലെങ്കിൽ കസ്റ്റഡിയിൽ കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടും. എല്ലാവർക്കും മുന്നിൽ നന്മയുടെ വൻവൃക്ഷമായിട്ടുള്ള ഈ അഭിനയം ഇനി നിർത്താം. വീട്ടിലുള്ളവരെ പറ്റിക്കാം, പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. നിനക്ക് എന്തും പറയാൻ ജയരാമ, ഞാൻ എതിർക്കില്ല. ഇപ്പോ മൗനമായ എന്റെ ആയുധം. നിനക്കുള്ള മറുപടി കാലം തരും. ജയിൽ സുരക്ഷിതമായൊരു താവളമാണെന്ന് ചിലർക്കൊരു ധാരണയുണ്ട്. പക്ഷേ കുറച്ചു ദിവസം കിടന്നു കഴിയുമ്പോൾ മനസ്സിലാവും അതിനേക്കാൾ വലിയൊരു നരകം വേറെ ഇല്ലെന്ന്. സുപ്രിയ പോയതിനേക്കാൾ വലിയ ശിക്ഷയൊന്നും ഇനി എനിക്ക് കിട്ടാനില്ല ജയരാമ. ഇനി ഇതിന്റെ പേരിൽ നീ എന്നെ ജയിലിലിട്ട് പീഡിപ്പിച്ച് കൊന്നാലും എനിക്ക് പരാതിയില്ല. കാരണം സുപ്രിയയ്ക്ക് നിന്നെ എത്രത്തോളം ഇഷ്ടമായിരുന്നോ അത്രത്തോളം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് നിന്നോട് പക മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും വരും. ആലോചിക്ക്, സത്യം പറയണോ വേണ്ടയോ എന്ന്. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ രീതികൾ മാറും. മൈൻഡ് ഇറ്റ്. നിന്റെ ഹിറ്റ്ലർ കുറ്റം സമ്മതിക്കുന്ന ഒരു ലക്ഷണവും ഞാൻ കാണുന്നില്ല. ഞങ്ങൾക്കിനി മറ്റു രീതികൾ ആലോചിക്കേണ്ടി വരും. അടിച്ചു ഇടിച്ചും സമ്മതിപ്പിക്കാനാണോ നിങ്ങളുടെ പരിപാടി? അങ്ങനെ വല്ലതും സംഭവിച്ചാ അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ശരിക്കും നിങ്ങൾ സുപ്രിയയുടെ ബ്രദർ തന്നെയാണോ? നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോ എനിക്കാ സംശയമുണ്ട്. നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ അന്വേഷണം തുടങ്ങിയത്. പക്ഷെ അത് സുപ്രിയ എന്ന് നിങ്ങളുടെ സഹോദരിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും അല്ലാത്ത ഏതോ ഒരു പേഴ്സണൽ വെഞ്ചൻസ് നിങ്ങൾക്ക് DKയോടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കാൻ നിൽക്കണ്ട. പറ്റുമെങ്കിൽ അവനോട് ഈ കുറ്റം സമ്മതിക്കാൻ പറ. ഇല്ലെങ്കിൽ ജീവനോട് അവൻ ഇതിനകത്തുനിന്ന് പുറത്തു പോവില്ല. ഇല്ലടോ CBI, താൻ എത്ര ശ്രമിച്ചാലും DKയുടെ മേലൊരു പോറല് പോലും ഏൽപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവാണ് DK. താൻ എങ്ങനെയൊക്കെ കുരുക്കാൻ നോക്കിയാലും ആ കുരുക്കഴിച്ച് DKയെ ഞാൻ രക്ഷിച്ചിരിക്കും.
സാറേ, എനിക്ക് DK ഒന്ന് കാണണം. ഓ, DKയുടെ അമ്മായിച്ചൻ. എടോ, പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ തന്റെ മരുമകൻ. അങ്ങനെ വരുന്നവരെയും പോകുന്നവരെയും ഒന്നും കാണിക്കാൻ പറ്റില്ല. അങ്ങനെ പറയല്ലേ സാറേ, ഞാൻ സാറിന്റെ കാല് പിടിക്കാം. കാല് പിടിച്ചോണ്ടൊന്നും ഒരു കാര്യവും ഇല്ല മൂപ്പീന്നേ. കൊലക്കേസിലെ പ്രതിയെ തന്റെ മരുമകൻ. ഒരു തവണ മാത്രം ഞാനൊന്ന് കണ്ടോട്ടെ സാർ. എന്റെ മരുമകൻ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. അവൻ ആരെയും കൊല്ലില്ല. എല്ലാരെയും സ്നേഹിക്കാനും സഹായിക്കാനും മാത്രമേ അവനറിയൂ. അവന്റെ ഭാര്യ തന്നെയാ അവനെ പൂട്ടാനുള്ള തെളിവുകൾ എടുത്തു തന്നത്. നിങ്ങളുടെ മകൾ. എന്റെ ചോറിന് നന്ദിയില്ലാത്ത ചില കൊടിച്ചിപ്പട്ടികൾ അങ്ങനെ ചതിക്കും സാറേ. ദയവ് ചെയ്ത് DK കാണാൻ എന്നെ അനുവദിക്കണം, പ്ലീസ്. ശരി, ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ. തന്റെ ഒടുക്കത്തെ ആഗ്രഹം സാധിക്കാതെ മേലോട്ട് കെട്ടിയെടുക്കണ്ട. വാ. അച്ഛാ, അച്ഛാ, മാറ്. ആ മുറിയിൽ തന്റെ മരുമകനുണ്ട്. 5 മിനിറ്റ്. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞിട്ട് തിരിച്ചു വെക്കണം. മനസ്സിലായോ? ശരി സാർ, വളരെ നന്ദിയുണ്ട്. ശരി മോനെ, അച്ഛനൊന്നും പറയാനില്ല. അച്ഛാ, ഞാൻ മാറ്. സംഭവം നടക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അമ്മ എവിടെ? മുറിയിലുണ്ട്. വാ. കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു.
പോലീസ് സ്റ്റേഷനിലല്ല DK ഇപ്പോൾ ഉള്ളത്. CBIയുടെ ഒരു ഗസ്റ്റ് ഹൗസിലാണ്. ജാമ്യം കിട്ടുമോ വക്കീലെ? ജാമ്യം കിട്ടും, പക്ഷെ അതിനവര് DK കോടതിയിൽ ഹാജരാക്കണം. നമ്മുടെ പോലീസായിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാക്കാമായിരുന്നു. ഇത് CBI അല്ലേ? ചിത്രയുടെ ആങ്ങളെയും കൂടെ ചേർന്നോണ്ടല്ലേ അവരെ അറസ്റ്റ് ചെയ്തോണ്ട് പോയത്? വക്കീൽ അവനെ കണ്ടിട്ടേ? അവിനാഷിനെ ഞാൻ വിളിച്ചിരുന്നു, വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യൽ നടക്കുന്നേ ഉള്ളൂ എന്നാ പറഞ്ഞത്. നാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി വാങ്ങിക്കാനാ പരിപാടിയെന്നാ അവിനാഷ് പറഞ്ഞത്. അപ്പോ നാളെ ജാമ്യം കിട്ടുമോ? ഉറപ്പു പറയാൻ സാധിക്കില്ല. ആദ്യത്തെ തവണ ആയതുകൊണ്ട് ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത്. CBIക്കാര് കസ്റ്റഡി ചോദിച്ചാൽ കോടതി ചിലപ്പോ അത് അനുവദിക്കും. അല്ല മയെ, സുപ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ കേസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ കേസൊന്നും ഉള്ളതായിട്ട് അറിയില്ല. അന്വേഷണത്തിനായിട്ട് ആരും വന്നിട്ടുമില്ല. ഈ ജയരാമൻ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അല്ലേ? അതെ, അയാളെല്ലാം കണക്കൂട്ടി തന്നെ വന്നത്. പക്ഷെ അതാരും അറിഞ്ഞില്ല എന്ന് മാത്രം. അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. DKയുടെ ഭാര്യ തന്നെ ആ തെളിവുകളൊക്കെ ശേഖരിച്ചു കൊടുത്തതെന്നാ ജയരാമൻ പറഞ്ഞത്. അതിനയാള് പരസ്യമായിട്ട് തന്നെ ജ്യോതിക്ക് താങ്ക്സ് പറയുകയും ചെയ്തു. എന്നിട്ട് ആ കുട്ടി എവിടെ? DK അറസ്റ്റ് ചെയ്തോണ്ട് പോയപ്പോ തന്നെ അവളെ ഞങ്ങളെ ഇറക്കി വിട്ടു. നന്നായി, അതെന്തായാലും നന്നായി. വക്കീലെ, എന്റെ മോൻ അങ്ങനെ ചെയ്യുന്നു താൻ വിശ്വസിക്കുന്നുണ്ടോ? ഏയ്, ഞാനിത് വിശ്വസിക്കില്ല. അവര് തമ്മിലുള്ള സ്നേഹം എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഇണക്കിളികളെ പോലെയല്ലേ അവർ ജീവിച്ചത്. എത്രയും പെട്ടെന്ന് അവൻ ജാമ്യത്തിൽ ഇറങ്ങണം. നോക്കാം. അമ്മ വിഷമിക്കണ്ട, ജാമ്യം നമുക്കെടുക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതുവരെ പോലീസിൽ ഇങ്ങനെ ഒരു കേസില്ല. ജയരാമൻ CBIയിലായതുകൊണ്ട് നടത്തുന്ന ഒരു അൺഒഫീഷ്യൽ എൻക്വയറി ആയത്. അപ്പൊ എളുപ്പം ജാമ്യം കിട്ടില്ല വക്കീലെ? ജാമ്യത്തിന് തടസ്സമൊന്നുമില്ല, പക്ഷേ അവിനാഷ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ സുപ്രിയയെ കൊന്നത് താനാണെന്ന് DK സമ്മതിച്ചു എന്നാ അവിനാഷ് പറഞ്ഞത്. അങ്ങനെ DK സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. ഇല്ല വക്കീലെ, അവൻ ഒരിക്കലും ചെയ്യില്ല. എനിക്കറിയാം എന്റെ മോനെ, ഇതിലെന്തോ ചതിയുണ്ട്. വക്കീലെ, എത്ര പണം ചെലവായാലും വേണ്ടില്ല, എന്റെ മകനെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കണം. അതിന് വേണ്ടതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ചെയ്യണം. അമ്മ സമാധാനമായിട്ടിരിക്കെ, നാളെ തന്നെ നമുക്ക് ജാമ്യത്തിന് കോടതിയിൽ മൂവ് ചെയ്യാം. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ വക്കീലെ. കൃഷ്ണ ഗുരുവായൂരപ്പ. പിന്നെ മായോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ വക്കീലെ? തൽക്കാലം ഇത് അമ്മയോട് പറയാൻ നിൽക്കണ്ട. സുപ്രിയെ കൊന്നത് താനാണെന്ന് DK സമ്മതിച്ചാൽ അത് ജാമ്യത്തിന് പ്രശ്നമാവും. ജയരാമൻ കരുതി കൂട്ടി തന്നെ നീങ്ങുന്നതെന്നാ അവിനാഷ് പറഞ്ഞത്. സ്നേഹം നടിച്ച് ഈ വീട്ടിൽ വന്ന് താമസിച്ചപ്പോഴേ അയാളെ സംശയിക്കണമായിരുന്നു. ഇവിടുന്ന് ഒരു ഓഡിയോ ടേപ്പിൽ സുപ്രിയയുടെ മരണമൊഴി കിട്ടിയെന്ന് പറഞ്ഞത് ശരിയാണോ? അത് ശരിയാ, പക്ഷേ സുപ്രിയന്റെ DKയെ കൊടുക്കാൻ അങ്ങനെ ഒരു മൊഴി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അതും DKയുടെ ലോക്കറിൽ നിന്നാ അയാൾ അത് കണ്ടെടുത്തത്. മായ മരണമൊഴി കേട്ടായിരുന്നോ? എല്ലാവരും കേൾക്കെ തന്നെയാ അയാളത് പ്ലേ ചെയ്തത്. അങ്ങനെ ഒരു മരണമൊഴി കോടതിയിലെത്തിയാൽ അത് DKക്കെതിരായ ശക്തമായ തെളിവായിട്ട് മാറും. അത്ര പെട്ടെന്ന് ജാമ്യം കിട്ടിയെന്നും വരില്ല. അതൊന്നും മനസ്സിൽ വെച്ചേക്കണം. അപ്പൊ ശരി. മാഡം,
മാഡം ഞാൻ ലേറ്റായില്ലല്ലോ? ഇല്ല, അർജുന ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സങ്കടം മാഡം. സാറിന് വേണ്ടി ഇതെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. വാ, വേഗം കൊണ്ടു കൊടുക്കാം. ഹലോ മാഡം, എങ്ങോട്ടാ? ഇതും പിടിച്ചോണ്ട്. ഡിക്ക് ഭക്ഷണം കൊടുക്കാനോ? 3 നേരം വെച്ചുവിളമ്പി ഊട്ടാൻ. ഇത് അമരാവതി വീടല്ല. പുറത്തൊന്നും ഭക്ഷണം കൊണ്ട് കൊടുക്കരുതെന്നാ ഇവിടുത്തെ ചട്ടം. ഇനി ഇത് കഴിച്ചിട്ട് അയക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ മറുപടി പറയാം. DK സാർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ലെന്ന് ചേട്ടന് അറിയാവുന്നതല്ലേ? ഓ,